നമസ്കാരം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്തിനോട് സർക്കാരോ താനോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. രാജ്യസന്നദ്ധത രഞ്ജിത്ത് അറിയിക്കുകയായിരുന്നു. അതേസമയം പരാതി കിട്ടിയാലേ നിയമ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാട് മന്ത്രി ആവർത്തിച്ചു. രഞ്ജിത്തിനെ താൻ സംരക്ഷിക്കുന്നു എന്ന വാർത്ത വേദനിപ്പിച്ചു. തൻ്റേത് എപ്പോഴും സ്ത്രീപക്ഷ നിലപാടാണ്. സർക്കാർ ഇരയോടൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കും എന്നാണ് സർക്കാർ നിലപാട് എന്നും സജി ചെറിയാൻ പറഞ്ഞു. അപമര്യാദയായി പെരുമാറി എന്ന ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ശക്തമായിരുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായമുയർന്നിരുന്നു. എന്നാൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. വിമർശനം കടുത്തതോടെ സർക്കാർ കേന്ദ്രങ്ങൾ രഞ്ജിത്തുമായി സംസാരിച്ചു. പിന്നാലെയാണ് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചത്. വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു. രഞ്ജിത്തിൻ്റെയും സിദ്ദിഖിൻ്റെയും രാജി സ്വാഗതം ചെയ്യുന്നുവെന്നും സതീശൻ പ്രതികരിച്ചു. സാംസ്കാരിക മന്ത്രി പരസ്യമായി രംഗത്ത് ഇറങ്ങി വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് അപമാനമാണ്. മന്ത്രി സജി ചെറിയാനോട് മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖും രാജിവെച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. അക്കാദമി ചെയർമാനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഗുരുതര ആരോപണത്തിൻ്റെ സാഹചര്യത്തിൽ രാജി അനിവാര്യമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടുകയും വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ തള്ളിപ്പറയുകയും ചെയ്ത സജി ചെറിയാനും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക മന്ത്രി പരസ്യമായി രംഗത്തിറങ്ങി വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് തന്നെ അപമാനമാണ്. നിയമപരവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വം നിറവേറ്റാതെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാന് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ രാജി മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങണം. രണ്ടുപേരുടെ രാജിയിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. അത് നടക്കില്ല. പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നുവെന്ന് വ്യക്തമായിട്ടും 4.5 വർഷം അത് മറച്ചുവെച്ചതിലൂടെ മുഖ്യമന്ത്രിയും 1ഉം 2ഉം പിണറായി സർക്കാരുകളിലെ സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഗുരുതര കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പ്രതികളെ സംരക്ഷിക്കാനും വേട്ടക്കാരെയും ഇരകളെയും ഒപ്പമിരുത്തിയുള്ള കോൺക്ലേവ് നടത്താനുമാണ് സർക്കാർ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം രഞ്ജിത്ത് ചെയ്ത തെറ്റ് സമ്മതിച്ചു എന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര പ്രതികരിച്ചു. രഞ്ജിത്ത് അക്കാദമി സ്ഥാനം രാജിവെച്ചത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അവർ. അപമര്യാദയായി പെരുമാറി എന്ന ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രഞ്ജിത്ത് രാജിവെച്ചത്. രാജിയിൽ ദുഃഖവും സന്തോഷവുമില്ല എന്ന് നടി മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല. തൻ്റെ ശരീരത്തിൽ തൊടുകയാണ് ചെയ്തത്. അതിക്രമം നടന്നില്ല. എന്നാൽ രഞ്ജിത്തിൻ്റെ പെരുമാറ്റം ശരിയായിരുന്നില്ല. തനിക്ക് റിട്ടേൺ ടിക്കറ്റ് പോലും നൽകിയില്ല. ഭയത്തോടെയാണ് അന്ന് ഹോട്ടലിൽ കഴിഞ്ഞത്. കേരള പോലീസ് ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ശ്രീലേഖ മിത്ര പ്രതികരിച്ചു.